Hi friends, നമ്മൾ ഇനി അടുത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് GST അല്ലെങ്കിൽ ഗുഡ്സ് സർവീസ് ടാക്സ് ആണ്. മത്സര പരീക്ഷകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കറണ്ട് അഫെയർ ആയിട്ട് ഒരു 2 വർഷം മുമ്പ് അല്ലെങ്കിൽ 1 വർഷം മുമ്പേ നമ്മൾ എന്ത് ചെയ്തു, പരീക്ഷകളിലൊക്കെ ഏതുമായി ബന്ധപ്പെട്ട് കണ്ടു, GSTയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കണ്ടു. ഇപ്പോൾ അത് കറണ്ട് അഫെയർ അല്ല, എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടായിട്ട് ഏത് മാറി, GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആയിട്ട് മാറി. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇത് GST. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ PSC എന്ത് ചെയ്യാം, ഈ GSTയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. കുറേ പ്രീവിയസ് ചോദ്യങ്ങളും പിന്നെ പുതുതായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളോടെ ആകുമ്പോൾ എന്ത് കംപ്ലീറ്റഡ് ആണ്, ഈ GST എന്ന ടോപ്പിക് കംപ്ലീറ്റഡ് ആണ്. നമുക്ക് നോക്കാം. GST അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയും. GSTയുടെ ഫുൾ നെയിം ആണ്. G മീൻസ് ഗുഡ്സ്, S മീൻസ് സർവീസ്, ഗുഡ്സ് ആൻഡ് സർവീസ്. T മീൻസ് എന്താണ്, ടാക്സ്. അല്ലെങ്കിൽ മലയാളത്തിൽ എന്ത് ചെയ്യും, ചരക്കു സേവന നികുതി എന്നൊക്കെ പറയാം. ഓക്കെ, ചരക്കു സേവന നികുതി എന്നൊക്കെ മലയാളത്തിൽ പറയാം. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ഇന്ത്യയിൽ ടാക്സുകൾ എന്ത് ചെയ്തു, ഏകീകരിച്ചു, അല്ലെങ്കിൽ കുറച്ച് ടാക്സുകൾ എന്ത് ചെയ്തു, ഏകീകരിച്ചു. ഈ ഏകീകൃത ടാക്സ് അറിയപ്പെടുന്ന പേരാണ് എന്ത്, ഗുഡ്സ് സർവീസ് ടാക്സ് അല്ലെങ്കിൽ GST എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ നികുതി പരിഷ്കാരമാണ് ഏത്, GST. ഓക്കെ അല്ലേ? അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ നികുതി പരിഷ്കരണം, ഒരു പരിഷ്കരിച്ച നികുതി ഏതെന്ന് ചോദിച്ചാൽ അത് ഏതായിരുന്നു, GST ആയിരുന്നു. അപ്പോൾ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ നികുതി പരിഷ്കാരം ഏതായിരുന്നു ചോദിച്ചാൽ, നികുതി പരിഷ്കരണം ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരുന്നു, GST അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആയിരുന്നു. GST അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആയിരുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഈ GST നടപ്പിലാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്, ഫ്രാൻസ് ആണ്. ആരാണ്, ഫ്രാൻസ് ആണ്. മറക്കരുത്, ലോകത്തിൽ ആദ്യമായിട്ട് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നടപ്പിലാക്കിയ ആദ്യത്തെ രാജ്യം ഏതാണ് എന്ന് PSC ചോദിക്കുമ്പോൾ അവിടെ നമ്മൾ ആൻസർ ആയിട്ട് വരേണ്ടത് ഏതാണ്, ഫ്രാൻസ്. 1954 ആര് നടപ്പിലാക്കുന്നു, ഫ്രാൻസ് നടപ്പിലാക്കുന്നു. മറക്കരുത്, ലോകത്തിൽ ആദ്യമായി GST നടപ്പിലാക്കിയത് 1954 ആരാണ്, ഫ്രാൻസ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ 1954 ഫ്രാൻസ് കാണുമ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഓർത്തെടുക്കാൻ കഴിയും. അതായത് വാല്യൂ ആഡഡ് ടാക്സ് അല്ലേ, VAT എന്ന് പറയും അല്ലേ, വാല്യൂ ആഡഡ് ടാക്സ് ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഏത് തന്നെയാണ്, ഫ്രാൻസ് തന്നെയാണ്. വർഷം എപ്പോൾ തന്നെയാണ്, 1954. മറക്കരുത് കാര്യങ്ങൾ. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ നികുതി പരിഷ്കാരമായിരുന്നു ഏത്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലെങ്കിൽ ചരക്കു സേവന നികുതി എന്നറിയപ്പെടുന്നു. അടുത്ത പ്രത്യേകത എന്ന് ചോദിച്ചാൽ ലോകത്തിൽ ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ചോദിച്ചാൽ ഫ്രാൻസ് 1954. എന്നാൽ വാല്യൂ ആഡഡ് ടാക്സ് നടപ്പിലാക്കിയ രാജ്യം ഏത് തന്നെയാണ്, ഫ്രാൻസ് തന്നെയാണ്. ഓക്കെ അല്ലേ? ഇനി മറ്റൊരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യ ഏത് GST മോഡലാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിലവിലുള്ള GST മോഡൽ ഏതാണെന്ന് ചോദിച്ചാൽ ഡ്യുവൽ GST മോഡലാണ്. ഏതാണ്, ഡബിൾ അല്ലെങ്കിൽ ഡ്യുവൽ GST മോഡലാണ്. ഏത് മോഡലാണ്, ഡ്യുവൽ GST മോഡലാണ്. ആരുപയോഗിക്കുന്ന മോഡൽ, ഇന്ത്യ ഉപയോഗിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഏതാണെന്ന് ചോദിച്ചാൽ ആ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഏത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്, ഡ്യുവൽ GST ആണ്. നമുക്കറിയാം എന്താണ് ഈ ഡ്യുവൽ GST നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു ബില്ല് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ബില്ല് എടുക്കുമ്പോൾ അതിനകത്ത് CGST എന്നും കാണും, അതുപോലെ തന്നെ SGST എന്നും കാണും. മീൻസ് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നും സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നും കാണാൻ കഴിയും അല്ലേ. അപ്പോൾ ഈ രണ്ട് സിസ്റ്റം അറിയപ്പെടുന്ന പേരാണ് എന്ത്, ഡ്യുവൽ GST സിസ്റ്റം അല്ലെങ്കിൽ ഡബിൾ GST സിസ്റ്റം എന്നൊക്കെ അറിയപ്പെടുന്നു. ഈ സിസ്റ്റമാണ് ആര് ഫോളോ ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യ ഫോളോ ചെയ്യുന്നു. അങ്ങനെ ഡ്യുവൽ GST നടപ്പിലാക്കുന്ന ലോകത്തിലെ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ സെക്കൻഡ് വേൾഡ് കൺട്രി, രണ്ടാമത്തെ ലോക രാജ്യങ്ങളിൽ രണ്ടാമത്തെ രാജ്യമാണ് ആര്, ഇന്ത്യ. ഓക്കെ അല്ലേ? അപ്പോൾ ഡ്യുവൽ GST നടപ്പിലാക്കുന്ന ലോകത്തിലെ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്നൊരു ചോദ്യം വന്നാൽ അത് എത്രാമത്തെ രാജ്യമാണ്, രണ്ടാമത്തെ രാജ്യമാണ്. സ്വാഭാവികമായിട്ടും GST നടപ്പിലാക്കുന്ന എത്രാമത്തെ രാജ്യം ചോദിച്ചാൽ 160ാമത്തെ രാജ്യമാണ് ഏത്, ഇന്ത്യ. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നടപ്പിലാക്കുന്ന 160ാമത്തെ രാജ്യമാണ് ആര്, ഇന്ത്യ എങ്കിൽ ഡ്യുവൽ GST നടപ്പിലാക്കുന്ന രണ്ടാമത്തെ രാജ്യമായിരുന്നു ഏത്, ഇന്ത്യ. ഒന്നാമത്തെ രാജ്യം സ്വാഭാവികമായിട്ടും പഠിക്കേണ്ടി വരും, അത് കാനഡ. ഏതാണ്, കാനഡ.
അപ്പൊ നമുക്ക് മുൻപിൽ ഈ ഡ്യുവൽ GST സമ്പ്രദായം നടപ്പിലാക്കിയ ഒരു രാജ്യമായിരുന്നു ഏത്? കാനഡ. രണ്ടാമത് ഇന്ത്യ നടപ്പിലാക്കുന്നു. ഇനി വീണ്ടും നടപ്പിലാക്കിയ ഒരു രാജ്യം കൂടിയേ ഉള്ളൂ, ബ്രസീൽ. ഏതാണ്? ബ്രസീൽ. ഏതാണ്? ബ്രസീൽ. അപ്പൊ ഈ 3 രാജ്യങ്ങളിൽ എന്താണെന്ന് അറിയപ്പെടുന്നു? ഡ്യുവൽ GST സിസ്റ്റം എന്നറിയപ്പെടുന്നു. അപ്പൊ ഡ്യുവൽ GST സിസ്റ്റം ആദ്യം നടപ്പിലാക്കിയത് കാനഡയെങ്കിൽ, രണ്ടാമത് നടപ്പിലാക്കിയത് ആരാണ്? ഇന്ത്യയാണെങ്കിൽ, മൂന്നാമത് ആരായിരുന്നു? ബ്രസീലായിരുന്നു. എന്നാൽ GST നടപ്പിലാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 160ാമത്തെ രാജ്യമായിരുന്നു ആര്? ഇന്ത്യ. ഇനി നമ്മുടെ ഈ GST ബില്ല് പാർലമെന്റിൽ ആദ്യമായിട്ട് ഇത് അവതരിപ്പിച്ച, അല്ലെങ്കിൽ ഈ ഒരു ആശയം ആദ്യമായിട്ട് മുന്നിൽ കൊണ്ടുവന്നത് ആരും ചോദിച്ചാൽ പി ചിദംബരം. ആരാണ്? പി ചിദംബരം. ഓക്കെ അല്ലേ? അന്നത്തെ നമ്മുടെ കോൺഗ്രസിന്റെ എന്തായിരുന്ന ധനകാര്യ, കോൺഗ്രസ് മന്ത്രിസഭ, മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരുന്ന പി ചിദംബരമായിരുന്നു എന്ത് കൊണ്ടുവരുന്നു? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന ആശയം എന്ത് ചെയ്യുന്നു? മുന്നോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്ന ആരും ചോദിച്ചാൽ ആരായിരുന്നു? പി ചിദംബരം. അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന ആരായിരുന്നു? പി ചിദംബരമായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, അപ്പോൾ GST എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി, ഇന്ത്യക്കകത്ത് മുന്നോട്ട് വെച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരായിരുന്നു? പി ചിദംബരമായിരുന്നു. ഇനി GSTയുമായി ബന്ധപ്പെട്ട പാർലമെന്റിന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കണം. ഈ ബില്ല് ആദ്യം പാസ്സാക്കിയത് എവിടെയായിരുന്നു? രാജ്യസഭയിലായിരുന്നു. നമുക്കൊരു കാര്യം അറിയാം, മിക്ക ബില്ലുകളും ആദ്യം പാസ്സാക്കുന്നത് എവിടെയാണ്? ലോക്സഭയിലാണ്. പക്ഷേ GST ബില്ല് ആദ്യം പാസ്സാക്കിയത് എവിടെയാണ്? രാജ്യസഭയിലാണ്. രാജ്യസഭയിൽ പാസ്സാക്കിയ ഡേറ്റ് ചോദിച്ചാൽ 2016 ഓഗസ്റ്റ് മാസം 3-ാം തീയതി എന്ത് പാസ്സാക്കുന്നു? GST ബില്ല് പാസ്സാക്കുന്നു. അപ്പോൾ GST ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് എപ്പോഴും ചോദിച്ചാൽ എപ്പോഴാണ്? 2016 ഓഗസ്റ്റ് മാസം 3-ാം തീയതി ആര് പാസ്സാക്കി? രാജ്യസഭ പാസ്സാക്കി. എങ്കിൽ നെക്സ്റ്റ് ലോക്സഭ അല്ലെ, രണ്ടാമത് ലോക്സഭ പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് മാസം 8-ാം തീയതി ആര് പാസ്സാക്കുന്നു? ലോക്സഭ പാസ്സാക്കുന്നു. 2016 ഓഗസ്റ്റ് മാസം 8-ാം തീയതി ആര് പാസ്സാക്കി? ലോക്സഭ പാസ്സാക്കി. ഇനി നെക്സ്റ്റ് നമ്മുടെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രപതി എന്ത് ചെയ്യണം? അതിനകത്ത് സൈൻ ചെയ്യണം. അപ്പോൾ പ്രസിഡന്റ്, രാഷ്ട്രപതി സൈൻ ചെയ്തപ്പോഴും ചോദിച്ചാൽ 2016 സെപ്റ്റംബർ മാസം 8-ാം തീയതി ആര് സൈൻ ചെയ്യുന്നു? രാഷ്ട്രപതി അവസാനമായിട്ട് എന്ത് നൽകുന്നു? അനുമതി നൽകുന്നു. അപ്പോൾ ഇത്രയും 3 ഡേറ്റുകൾ നിങ്ങൾ മറക്കരുത്. 2016 ഓഗസ്റ്റ് 3 രാജ്യസഭയും, 2016 ഓഗസ്റ്റ് 8 ലോക്സഭയും, 2016 സെപ്റ്റംബർ 8-ാം തീയതി ആരും പാസ്സാക്കുന്നു? രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവയ്ക്കുന്നു. എന്നാൽ ഔദ്യോഗികമായിട്ട് ഇത് നിലവിൽ വന്നത് എപ്പോഴും ചോദിച്ചാൽ, നമ്മുടെ GST ബില്ല് നിലവിൽ വന്നത് 2017 ജൂലൈ മാസം 1-ാം തീയതി ആര് നിലവിൽ വരുന്നു? GST ബില്ല് ഔദ്യോഗികമായിട്ട് എന്ത് ചെയ്യുന്നു? നിലവിൽ വരുന്നു. 3 ഡേറ്റുകൾ മറക്കരുത്. 2016 ഓഗസ്റ്റ് 3, 2016 ഓഗസ്റ്റ് 8, 2016 സെപ്റ്റംബർ 8, 2017 ജൂലൈ 1-ന് എന്ത് ചെയ്യുന്നു? അത് നിലവിൽ വരുന്നു. ഈ GST ബില്ല് എന്ത് ചെയ്യുന്നു? ഔപചാരികമായിട്ട്, ഔദ്യോഗികമായിട്ട് എന്ത് ചെയ്യുന്നു? നിലവിൽ വരുന്നു. ഈ 4 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ട കാര്യം, ഈ GSTക്ക് ഒരു മോട്ടയുണ്ട്. എന്താണ് ഇവരുടെ മോട്ട എന്ന് ചോദിച്ചാൽ, ഇവരുടെ മുദ്രാവാക്യം എന്താണെന്ന് ചോദിച്ചാൽ, വൺ നാഷൻ, വൺ മാർക്കറ്റ് ആൻഡ് വൺ ടാക്സ്. തിരിച്ചും വരാം. ചില ടെക്സ്റ്റിന് ചില നമ്മൾ കാണുമ്പോൾ നൽകുന്നത് ഓൺ നാഷൻ ഓൺ ടാക്സ് ഓൺ മാർക്കറ്റ്. ഓക്കെ, കുഴപ്പമില്ല. ഓൺ നാഷൻ ഓൺ ടാക്സ് ഓൺ മാർക്കറ്റ്, ഇതായിരുന്നു ആരുടെ പ്രധാനപ്പെട്ട മോട്ടോ? നമ്മുടെ GSTയുടെ പ്രധാനപ്പെട്ട മോട്ടോ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഓൺ നാഷൻ ഓൺ ടാക്സ് ഓൺ മാർക്കറ്റ്, ഇതാണ് ആരുടെ പ്രധാനപ്പെട്ട മോട്ടോ? നമ്മുടെ GSTയുടെ പ്രധാനപ്പെട്ട മോട്ടോ. ഇനി നമുക്കറിയാം GST എത്ര അക്കമുണ്ടെന്ന് ചോദിച്ചാൽ, GSTക്ക് അത് ടോട്ടലി 15 അക്കമാണ്. നമ്മൾ ആ ഡിജിറ്റ് കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ആധാറിനകത്ത് എത്ര ഡിജിറ്റ് ഉണ്ട് എന്ന് PSC ചോദിക്കുമ്പോൾ GSTക്കകത്ത് എത്ര ഡിജിറ്റ്, എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 15. ടോട്ടലി 15 ഡിജിറ്റ് ഉണ്ട്. ഈ 15 ഡിജിറ്റിൽ ആദ്യത്തെ 2 ഡിജിറ്റ് ആരെക്കുറിച്ച് പ്രതിപാദിക്കും ചോദിച്ചാൽ, അതാത് സ്റ്റേറ്റിനെയോ അല്ലെങ്കിൽ അതാത് ആരെക്കുറിച്ച്? യൂണിയൻ ടെറിട്ടറിയെ കുറിച്ച് എന്ത് ചെയ്യുന്നു? പ്രതിപാദിക്കുന്നു. അപ്പോൾ അതാത് സ്റ്റേറ്റ് ആണെങ്കിലോ അതാത് യൂണിയൻ ടെറിട്ടറി ആണെങ്കിലോ ആദ്യത്തെ 2 ഡിജിറ്റ് ആരെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ആ സ്റ്റേറ്റിനെ കുറിച്ചും യൂണിയൻ ടെറിട്ടറിയെ കുറിച്ചും പ്രതിപാദിക്കുന്നു. ടോട്ടലി എത്ര ഡിജിറ്റ് കാണും? 15 ഡിജിറ്റ് കാണും. അങ്ങനെ നമ്മുടെ കേരളത്തിന്റെ ഡിജിറ്റ് ആരംഭിക്കുന്ന ഡിജിറ്റ് ചോദിച്ചാൽ എത്രയാണ്? 32 ആണ്. എത്രയാണ്? 32 ആണ്. ഓക്കെ, കേരളത്തിന്റെ ഡിജിറ്റ് ചോദിച്ചാൽ എത്രയാണ്? 32. അപ്പോൾ മറക്കരുത്, പാർലമെന്റ് പാസ്സാക്കിയ ഡേറ്റുകൾ പറഞ്ഞു. അവരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഓൺ നാഷൻ ഓൺ ടാക്സ് ഓൺ മാർക്കറ്റ്.
ടോട്ടലി എത്ര നമ്പേഴ്സ് അതിനകത്ത് അതിൻ്റെ ഡിജിറ്റ് എത്ര ഡിജിറ്റ് എന്ന് ചോദിച്ചാൽ എത്ര ഡിജിറ്റാണ് 15 ഡിജിറ്റ് 15 ഡിജിറ്റ് ഉണ്ട്. അതിൽ ആദ്യത്തെ 2 ഡിജിറ്റ് ആരെക്കുറിച്ചായിരിക്കും? സംസ്ഥാനങ്ങളെക്കുറിച്ചോ യൂണിയൻ ടെറിട്ടറിയെ കുറിച്ചായിരിക്കും. അങ്ങനെ കേരളത്തിൻ്റെ ഡിജിറ്റ് ചോദിച്ചാൽ എത്രയായിരിക്കും? 32 32 ആകുന്നു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അവിടെ നോക്കേണ്ടത് ഈ GSTക്ക് കുറച്ച് പെർസെൻറ്റേജ് ഉണ്ട്. PSC ചോദിക്കും GST നിരക്കുള്ള പെർസെൻറ്റേജ് ചോദിച്ചാൽ സാധാ രീതിയിലുള്ള പെർസെൻറ്റേജ് 0% വരാം. ഓക്കെ അല്ലേ? 0% വരാം. 5% ഉണ്ട്, 12% ഉണ്ട്, 18% ഉണ്ട്, 28% ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് എന്തിൻ്റെ നിരക്ക് എന്നറിയപ്പെടുന്നു? GSTയുടെ നിരക്ക് എന്നറിയപ്പെടുന്നു. PSC ചോദിക്കുന്നത് താഴെ പറഞ്ഞവയിൽ GST നിരക്കിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിക്കുമ്പോൾ 0% ഉണ്ട്, 0% സാധാരണ രീതിയിൽ അവർ തന്നിക്കുള്ളതാണ് എന്തെന്നറിയപ്പെടുന്നു? 0% എന്നറിയപ്പെടുന്നു. 0% ഉണ്ട്, 5% ഉണ്ട്, അതുപോലെ തന്നെ 12% ഉണ്ട്, 18% ഉണ്ട്, 28% ഉണ്ട്. ഇത്രയും എന്തിൻ്റെ പെർസെൻറ്റേജ് ആണ്? എന്തിൻ്റെ ശതമാനമാണ്? ഒരു GST നിരക്കിൻ്റെ എന്തെന്നറിയപ്പെടുന്നു? പെർസെൻറ്റേജ് എന്നറിയപ്പെടുന്നു. ഇനി മറ്റൊരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത് അവിടെ ഉള്ളൊരു മറ്റൊരു കാര്യമാണ് IGST ഒരു കാര്യമുണ്ട്. അതായത് ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഉണ്ട്. മീൻസ് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. അതായത് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് ചരക്കുകൾ കൈമാറുമ്പോൾ, വസ്തുക്കൾ കൈമാറുമ്പോൾ അവിടെ പ്രത്യേകമായിട്ട് എന്ത് നടപ്പിലാക്കാറുണ്ട്? IGST ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നടപ്പിലാക്കാറുണ്ട്. ഇതിൻ്റെ പെർസെൻറ്റേജ് ചോദിച്ചാൽ അത് 0.25%, 3% ആണ്. 0.25%, 3% ആണ് എന്തെന്നറിയപ്പെടുന്നു? IGST അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇത്രയും മറക്കാതിരിക്കാനുള്ള കാരണങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യസഭ 2016 ഓഗസ്റ്റ് 3 ലോക്സഭ 2016 ഓഗസ്റ്റ് 8 പ്രസിഡന്റ് 2016 സെപ്റ്റംബർ 8 ഒപ്പുവെക്കുന്നു. നിലവിൽ വരുന്നു 2017 ജൂലൈ 1 നിലവിൽ വരുന്നു. പിന്നെ പറഞ്ഞു ഇവരുടെ പ്രധാനപ്പെട്ട മോട്ടോ, പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്തായിരുന്നു? ഒൺ നേഷൻ, ഒൺ ടാക്സ്, ഒൺ മാർക്കറ്റ് എന്നായിരുന്നു. ഇതിനകത്തുള്ള ഡിജിറ്റുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 15 ഡിജിറ്റ് ഒരു GST ബിൽ നമ്പറിനകത്ത് കാണും. ഈ 15 ഡിജിറ്റിൽ ആദ്യത്തെ 2 ഡിജിറ്റ് ആരെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? സംസ്ഥാനങ്ങളെയും യൂണിയൻ ടെറിട്ടറിയെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കേരളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഡിജിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയായിരിക്കും? 32ലാണ് കേരളത്തിലുള്ള ടാക്സ് GST ടാക്സ് ആരംഭിക്കുന്നത്. ഇനി GST നിരക്കുകൾ എത്രയാണെന്ന് ചോദിച്ചാൽ മറക്കരുത്. 0% ഉണ്ട്, 5% ഉണ്ട്, 12% ഉണ്ട്, 18% ഉണ്ട്, 28% ഉണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് അത് പറഞ്ഞപ്പോൾ മനസ്സിലാക്കിയിരിക്കണം മറ്റൊരു കാര്യമാണ് ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഉണ്ട്. അവിടെ എന്താണ് ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് ചോദിച്ചാൽ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് ചരക്കുകൾ കൈമാറുമ്പോൾ നൽകേണ്ട ടാക്സ് അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇതിൻ്റെ പെർസെൻറ്റേജ്, ഇതിൻ്റെ നിരക്ക് എത്രയും ചോദിച്ചാൽ 0.25%, 3% എന്തായിട്ടുണ്ട്? ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആയിട്ട് നൽകേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇനി നോക്കേണ്ടത് പറഞ്ഞു ഭരണഘടനയ്ക്കകത്ത് എന്ത് ചെയ്തു? ഒരു ഭേദഗതി വരുത്തിയിട്ടാണ് എന്ത് ചെയ്ത് ഈ GST കൊണ്ടുവന്നത്. അപ്പോൾ ഏത് അമെൻഡ്മെൻറ്റ് പ്രകാരം ചോദിച്ചാൽ 101 അമെൻഡ്മെൻറ്റ് പ്രകാരം. ഏത് അമെൻഡ്മെൻറ്റ് പ്രകാരം? 101 അമെൻഡ്മെൻറ്റ് പ്രകാരമായിരുന്നു എന്ത് നിലയിൽ വന്നത്? GST കൊണ്ടുവന്നത്. അത് ഏത് ബില്ലാണെന്ന് ചോദിച്ചാൽ 122 ഭേദഗതി ബില്ല്. അപ്പോൾ 101 ഭേദഗതി ബില്ലും ഭേദഗതിയും 122 എന്തായിരുന്നു? ഭേദഗതി ബില്ലുമായിരുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്തതോ അല്ലെങ്കിൽ ഒഴിവാക്കിയതുമായിട്ടുള്ള ആർട്ടിക്കിൾ കാണും. കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളാണ് 246A-യും 269A-യും 279A-യും. 3 ആർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു? എന്തുമായി ബന്ധപ്പെട്ടുണ്ട്? നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ GSTയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ ചോദിച്ചാൽ ഏതാ? 246A, 269A, 279A ആണ്. 246A നമുക്കറിയാം. GSTയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിച്ചാൽ 246A-യും GST കൗൺസിലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിച്ചാൽ 279A-യുമാണ്. GST കൗൺസിലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിച്ചാൽ ഏതാണ്? 279A-യും. ഇനി എന്താണ് 269A ചോദിച്ചാൽ നമ്മുടെ സ്റ്റേറ്റ് GSTയും സെൻട്രൽ GSTയും തമ്മിലുള്ള ബന്ധം, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട റേഷ്യോ, ഇതൊക്കെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ഏതാണ്? 269A. ഈ 2 ആർട്ടിക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ്. 246A-യും 279A-യും. 246A GSTയും 279A ചോദിച്ചാൽ GST കൗൺസിലുമാകുന്നു. ഏത് അമെൻഡ്മെൻറ്റും ചോദിച്ചാൽ 101 അമെൻഡ്മെൻറ്റ്. അത് ഏത് ബില്ലാണെന്ന് ചോദിച്ചാൽ 122
72ാമത്തെ ബില്ലുമാകുന്നു. ഇനി നമ്മൾ പഠിക്കേണ്ടത് GST കമ്മിറ്റിയുടെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ GST കൗൺസിലിന്റെ ചെയർമാൻ എപ്പോഴും GSTയുടെ എപ്പോഴും ചെയർമാൻ ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ചെയർമാൻ നമുക്കറിയാം നരേന്ദ്രമോദിയും, ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? നമ്മുടെ ഇപ്പോഴത്തെ PM ആരാണ്? നരേന്ദ്രമോദിയുമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യ ചെയർമാൻ ശ്രീ നരേന്ദ്രമോദിയും, ഇപ്പോഴത്തെ ചെയർമാൻ ചോദിച്ചാലും ആര് തന്നെയാണ്? നരേന്ദ്രമോദിയാണ്. ഇനി നമ്മളവിടെ നോക്കിയാൽ മറ്റൊരു കാര്യം ചോദിച്ചാൽ GST കൗൺസിൽ എന്താണ് നോക്കണം. GST കൗൺസിൽ എന്താണ് നോക്കണം. GSTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അതുമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനുമായി രൂപം കൊണ്ടതാണ് എന്ത്? GST കൗൺസിൽ. നമ്മൾ നേരത്തെ പറഞ്ഞു ഏത് ആർട്ടിക്കിൾ പ്രകാരം ചോദിച്ചാൽ 279A പ്രകാരമാണ്. ഈ GST കൗൺസിലിന്റെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്റർ. ആരാണ്? സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്റർ. ഓക്കെ അല്ലേ? അപ്പോൾ GST കൗൺസിലിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും ആരായിരിക്കും? കേന്ദ്ര ധനകാര്യമന്ത്രി ആയിരിക്കും. മറക്കരുത്, GSTയുടെ ചെയർമാൻ എപ്പോഴും ആരാ? പ്രധാനമന്ത്രിയാണെങ്കിൽ GST കൗൺസിലിന്റെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? കേന്ദ്ര ധനകാര്യമന്ത്രി ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ചെയർമാൻ ചോദിച്ചാൽ ആരാണ്? നിർമ്മല സീതാരാമൻ. നമ്മുടെ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമനാണ് നമ്മുടെ ഇപ്പോഴത്തെ എന്തെന്നറിയപ്പെടുന്നു? കേന്ദ്ര ധനകാര്യമന്ത്രി. GST കൗൺസിലിന്റെ എന്തെന്നറിയപ്പെടുന്നു? അധ്യക്ഷ എന്നറിയപ്പെടുന്നു. ഇനി ഇതിനകത്ത് ആരൊക്കെ മെമ്പേഴ്സ് ആകും ചോദിച്ചാൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനകാര്യ വകുപ്പ് മന്ത്രിമാർ ഏതിനകത്ത് അംഗമായിരിക്കും? GST കൗൺസിലിനകത്ത് അംഗമായിരിക്കും. മറക്കരുത്, എല്ലാ സംസ്ഥാനങ്ങളിലെയും അതുപോലെ തന്നെ ഇവിടത്തെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനകാര്യമന്ത്രിമാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയായ ശ്രീ തോമസ് ഐസക് ഏതിനകത്ത് അംഗമായിരിക്കും? GST കൗൺസിലിനകത്ത് അംഗമായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളുടെയും ധനകാര്യമന്ത്രിമാരും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറിയുടെ ധനകാര്യമന്ത്രിമാരും ഏതിനകത്ത് അംഗമായിരിക്കും? GST കൗൺസിലിനകത്ത് അംഗമായിരിക്കും. ഈ ഉള്ള അംഗങ്ങളിൽ നിന്ന് ആരെ തെരഞ്ഞെടുക്കുന്നു? GST കൗൺസിലിന്റെ ഒരു വൈസ് ചെയർമാനെ തിരഞ്ഞെടുക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഈ അംഗങ്ങളിൽ നിന്ന് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതോ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ളതോ ആയ ആരിൽ നിന്ന്? ധനകാര്യമന്ത്രിമാരിൽ നിന്ന് ആരെ തിരഞ്ഞെടുക്കുന്നു? GST കൗൺസിലേക്കുള്ള ഒരു വൈസ് ചെയർമാനെ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ തിരഞ്ഞെടുത്ത ആദ്യത്തെ വൈസ് ചെയർമാൻ ചോദിച്ചാൽ അത് നമ്മുടെ KM മാണി ആയിരുന്നു. ആരായിരുന്നു? KM മാണി ആയിരുന്നു. നമ്മുടെ ഫോർമർ ധനകാര്യമന്ത്രിയായിരുന്ന KM മാണി ആയിരുന്നു എന്തെന്നറിയപ്പെടുന്നു. അങ്ങനെ GST കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വൈസ് ചെയർമാൻ ചോദിച്ചാൽ ആരാണ്? KM മാണി. നമുക്കറിയാം അത് കഴിഞ്ഞ് മന്ത്രിസഭ മാറുന്നു. അദ്ദേഹത്തിന് ശേഷം ആരും ചോദിച്ചാൽ ഇപ്പോൾ അമിത് മിത്രയാണ്. ആരാണ്? അമിത് മിത്ര. ഓക്കെ അല്ലേ? ആരാണ്? അമിത് മിത്ര. അതായത് ബംഗാളിലെ ധനകാര്യമന്ത്രിയായ അമിത് മിത്രയാണ് ഇപ്പോഴത്തെ എന്തെന്നറിയപ്പെടുന്നു? GST കൗൺസിലിൽ എന്തെന്നറിയപ്പെടുന്നു? വൈസ് ചെയർമാൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മറക്കരുത്. ഏത് ഭേദഗതി? 101 അമെൻഡ്മെന്റ്. ഏത് ബില്ല്? 122ാമത്തെ ബില്ല്. ആർട്ടിക്കിൾ 246, 269, 279, 246 GSTയും 279 GST കൗൺസിലുമാകുന്നു. സ്വാഭാവികമായിട്ടും GST കൗൺസിലിന്റെ അധ്യക്ഷൻ സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്റർ ആണ്. എന്നാൽ GSTയുടെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും. GST കൗൺസിൽ ബാക്കി അംഗങ്ങൾ ആരും ചോദിച്ചാൽ ആരായിരിക്കും? എല്ലാ സംസ്ഥാനങ്ങളിലെയും ധനകാര്യമന്ത്രിമാരും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ധനകാര്യമന്ത്രിമാരും ഏതിനകത്ത് അംഗമായിരിക്കും? GST കൗൺസിലിനകത്ത് അംഗമായിരിക്കും. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ GST കൗൺസിലിന്റെ അധ്യക്ഷനാണ് ആര്? KM മാണി. എന്നാൽ ഇപ്പോഴത്തെ ചോദിച്ചാൽ ആരാണ്? അമിത് മിത്ര. എവിടത്തെ? ബംഗാളിലെ ധനകാര്യമന്ത്രി ആരാണ്? അമിത് മിത്രയാണ് ഇപ്പോഴത്തെ എന്തെന്നറിയപ്പെടുന്നു? GST കൗൺസിലിൽ എന്തെന്നറിയപ്പെടുന്നു? വൈസ് ചെയർമാൻ എന്നറിയപ്പെടുന്നു. ഇനി ഈ GST കൗൺസിലിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ആസ്ഥാനം എവിടെയും ചോദിച്ചാൽ എവിടെയാ? ന്യൂഡൽഹി. എവിടെയാണ്? ന്യൂഡൽഹി. ഓക്കെ അല്ലേ? എന്നാൽ കേരളത്തിലെ GST ഭവൻ അല്ലെങ്കിൽ GSTയുടെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? അവിടുത്തെ ഹെഡ് ക്വാർട്ടേഴ്സ്, അവിടെ കേരളത്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. എന്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്? കേരള GST കൗൺസിൽ. കേരള GSTയുടെ ആസ്ഥാനം എവിടെയും ചോദിച്ചാൽ എവിടെയാണ്? തിരുവനന്തപുരവും. എന്നാൽ സെൻട്രൽ GST കൗൺസിലിന്റെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? അത് ന്യൂഡൽഹിയും ആകുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് GST നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. GST ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ അത് അസമാണ്. ഏതാണ്? അസമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ GST ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഇത് അസമും. സെക്കൻഡ്, രണ്ടാമതായി നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ ബീഹാർ. ഏതാണ്? ബീഹാർ. അപ്പോൾ ആദ്യം അസമും രണ്ടാമത് ഏതാണ്? ബീഹാറും. 3 ചോദിച്ചാൽ ഏതായിരുന്നു? ജാർഖണ്ഡ് ആയിരുന്നു. ഏതാണ്? ജാർഖണ്ഡ്. മൂന്നാമത്തെ സംസ്ഥാനം ഏതായിരുന്നു? ജാർഖണ്ഡ്. അപ്പോൾ ആദ്യത്തെ 3 സംസ്ഥാനങ്ങളായി അസമായി, ബീഹാറായി, ജാർഖണ്ഡ്. ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം PSC ചോദിക്കും അസം, രണ്ടാമത് ബീഹാർ, മൂന്നാമത് ആരായിരുന്നു? ജാർഖണ്ഡ്. 8ാമതായി നടപ്പിലാക്കിയത് ആരും ചോദിച്ചാൽ ആരായിരുന്നു? ന്യൂഡൽഹി ആയിരുന്നു. 8ാമതായി നടപ്പിലാക്കിയത് ന്യൂഡൽഹി.
പ്രത്യേകത ആദ്യമായി നടപ്പിലാക്കിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ചോദിച്ചാൽ ഏതായിരിക്കും? ന്യൂഡൽഹി ആയിരിക്കും. അപ്പോൾ ആദ്യമായി നടപ്പിലാക്കിയ ഒരു കേന്ദ്രഭരണ പ്രദേശം യൂണിയൻ ടെറിട്ടറി ഏതാണ് ചോദിച്ചാൽ ഏതാണ്? ന്യൂഡൽഹി. ന്യൂഡൽഹി എത്രാമതായി നടപ്പിലാക്കി എന്ന് ചോദിച്ചാൽ എത്രാമതായി നടപ്പിലാക്കി? 8ാമതായി നടപ്പിലാക്കി. എത്ര സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണം എന്ന് ചോദിച്ചാൽ ഒരു GST ബിൽ നടപ്പിലാക്കാൻ 16 സംസ്ഥാനങ്ങളുടെ എന്ത് വേണമായിരുന്നു? അംഗീകാരം വേണമായിരുന്നു. അങ്ങനെ 16ാമതായി നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതായിരുന്നു? ഒഡീഷ. ഏതാണ്? ഒഡീഷ. ഓക്കെ അല്ലേ? അങ്ങനെ GST ബിൽ നടപ്പിലാക്കാൻ എത്ര സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണം എന്ന് ചോദിച്ചാൽ എത്ര സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണം? 16 സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണം. അങ്ങനെ 16ാമതായി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനമായിരുന്നു ഏത്? ഒഡീഷ. ഏതാണ്? ഒഡീഷ. ഓക്കെ അല്ലേ? എന്നാൽ അവസാനമായി ആ ബില്ലിൽ അംഗീകാരം നൽകി അല്ലെങ്കിൽ അവസാനമായിട്ട് നടപ്പിലാക്കിയ ചോദിച്ചാൽ അന്നത്തെ സംസ്ഥാനമായിരുന്ന ജമ്മു കാശ്മീർ ആയിരുന്നു. ഏതായിരുന്നു? ജമ്മു കാശ്മീർ ആയിരുന്നു. അപ്പോൾ അന്നത്തെ സ്റ്റേറ്റ് ആയിരുന്ന ജമ്മു കാശ്മീർ ആയിരുന്നു അവസാനമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു GST ബില്ല് നടപ്പിലാക്കുന്നു. ഒന്നുകൂടി നോക്കാം. GST ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം PSC ചോദിക്കും. ആസാമാണ്. 2ാമത് ബീഹാറാണ്. 3ാമത് ജാർഖണ്ഡ് ആണ്. എങ്കിൽ നടപ്പിലാക്കിയ ആദ്യത്തെ യൂണിയൻ ടെറിട്ടറി ഏതെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹി. 8ാമത്തെ യൂണിയൻ ടെറിട്ടറിയാണ് ഇത്. 8ാമതായി നടപ്പിലാക്കിയ ഒരു സംസ്ഥാനം അല്ലെങ്കിൽ 8ാമതായിട്ടാണ് ആര് നടപ്പിലാക്കുന്നു? ന്യൂഡൽഹി നടപ്പിലാക്കുന്നു. 16 സംസ്ഥാനങ്ങളുടെ എന്ത് വേണം? അംഗീകാരം വേണം. അങ്ങനെ 16ാമതായി നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ ഒഡീഷയാണ്. എന്നാൽ അടുത്ത പ്രത്യേകത ഏറ്റവും അവസാനം നടപ്പിലാക്കിയത് അന്നത്തെ സംസ്ഥാനമായിരുന്ന ജമ്മു കാശ്മീർ ആയിരുന്നു. ഓക്കെ അല്ലേ? ഇനി ഏതോ ടാക്സുകൾ മാറ്റിയിട്ടാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ എന്ത് കൊണ്ടുവന്നത്? ഈ GST എന്നൊരു സമ്പ്രദായം കൊണ്ടുവന്നത്. അപ്പോൾ ഏതൊക്കെ ടാക്സ് ആണ് GST പ്രകാരം GST വന്നതനുസരിച്ച് ഏതൊക്കെ ടാക്സ് ആണ് മാറ്റിയെന്ന് ചോദിച്ചാൽ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, അതുപോലെ തന്നെ സെൻട്രൽ സെയിൽസ് ഡ്യൂട്ടി, സെൻട്രൽ സെയിൽസ് ഡ്യൂട്ടി, അതുപോലെ തന്നെ സെൻട്രൽ സർവീസ് ടാക്സ്, സെൻട്രൽ സർവീസ് ടാക്സ്. ഈ 3 ഡ്യൂട്ടികൾ ഒഴിച്ചു. ഈ 3 ഡ്യൂട്ടികൾ മാറ്റിയതിന് ശേഷമാണ് അല്ലെങ്കിൽ ഈ 3 ടാക്സുകൾ മാറ്റിയതിന് ശേഷമാണ് എന്ത് കൊണ്ടുവരുന്നു? GST കൊണ്ടുവരുന്നു. മറക്കരുത്, എക്സൈസ് ഡ്യൂട്ടിയും സെൻട്രൽ സെയിൽസ് ഡ്യൂട്ടിയും സെൻട്രൽ സർവീസ് ടാക്സും ഒഴിച്ചിട്ടാണ്, അവർ മാറ്റി നിർത്തിയിട്ടാണ് കേന്ദ്ര സർക്കാർ എന്ത് നടപ്പിലാക്കുന്നു? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നടപ്പിലാക്കുന്നു. ഇനി ഏറ്റവും അവസാനം നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം, GST എന്ത് നികുതി, ഏത് തരം നികുതിയാണെന്ന് ചോദിച്ചാൽ ഒരു പരോക്ഷ നികുതിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ GST ഏത് നികുതിക്ക് എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചാൽ ഏത് നികുതിക്ക് എക്സാമ്പിൾ ആണ്? ഒരു ഇൻഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സിന് എന്താണ്ട എക്സാമ്പിൾ ആണ്. അപ്പോൾ GST എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു ഇൻഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ ആണ്. വളരെ ഭംഗിയായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക് ആയിരുന്നു ഇത്. GST നിലവിൽ വന്ന വർഷങ്ങൾ പഠിക്കുക. ഒരു GST കൗൺസിൽ ഉണ്ടെന്ന് പറഞ്ഞു. ആർട്ടിക്കിൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഒരു കുറച്ച് പെർസെൻറ്റേജ് പറഞ്ഞു. പിന്നെ പറഞ്ഞ കേസ് ആദ്യമായി നടപ്പിലാക്കിയ കാര്യങ്ങളും പിന്നെ അത് ഏത് ടാക്സുകൾ മാറ്റിയതിന് ശേഷമാണ് GST നടപ്പിലാക്കിയതെന്ന് പറഞ്ഞു. അത് ഏത് തരം നികുതിക്ക് എക്സാമ്പിൾ ആണെന്നും പറഞ്ഞു. ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു ഇത് GST. ലക്ഷ്യം സർക്കാർ ഉദ്യോഗമെങ്കിൽ മാർഗം ലാൽസ് അക്കാഡമി. ഡൗൺലോഡ് ലാൽസ് PSC ലേണിംഗ് ആപ്പ്.